إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുവാൻ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്നേഹപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ഒരുങ്ങിയിട്ടുള്ള ആളുകളിൽ പലരും വിശുദ്ധ ഹറമിലേക്ക് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള ആളുകൾ കൂടി യാത്ര തിരിക്കുന്നതാണ്. വിശുദ്ധമായ ഹജ്ജ് ലക്ഷ്യം വെച്ച് നമ്മുടെ അറിവിലും പരിചയത്തിലുമൊക്കെയായി ധാരാളം ആളുകൾ അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ രീതിയിലുള്ള ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് സുരക്ഷിതമായി തങ്ങളുടെ വീടുകളിലേക്ക്, തങ്ങളുടെ നാടുകളിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഉദ്ദേശിച്ചിട്ടില്ലാത്ത, ഈ വർഷം അതിനുവേണ്ടി ഒരുങ്ങിയിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും
ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു ഇബാദത്തിന് വേണ്ടി ഒരുങ്ങേണ്ട സമയം ആയിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഉൽഹിയത്ത് എന്ന ആ ഒരു ആരാധനാകർമ്മം, അതിനുവേണ്ട ഒരുക്കങ്ങൾ, അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ എല്ലാ അർത്ഥത്തിലും നടത്തേണ്ട ദിനങ്ങളാണ് നമ്മുടെ മുമ്പിൽ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഉൽഹിയത്ത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദുൽഹിജ്ജ 10 ബലിപെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആട് അല്ലെങ്കിൽ മാട് അല്ലെങ്കിൽ ഒട്ടകം, ആ ഇനത്തിൽപ്പെട്ട മൃഗങ്ങളെ അള്ളാഹുവിൻ്റെ മാത്രം പ്രീതി ആഗ്രഹിച്ച്, അള്ളാഹുവിൻ്റെ മാത്രം പൊരുത്തം ആഗ്രഹിച്ച് അവന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കുന്നതിനാണ് ഉൽഹിയത്ത് എന്ന് നമ്മൾ പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു കർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ഒന്നാമത്തേതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉൽഹിയത്താകട്ടെ, ഹഖീഖയുമായി ബന്ധപ്പെട്ട അറവാകട്ടെ, ആ രീതിയിൽ ഇസ്ലാം നിഷ്കർഷിച്ച ഏതൊരു അറവും ഏതൊരു ബലികർമ്മവും അത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ അർപ്പിക്കാവൂ, അത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ നേരാവൂ, അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും മാത്രം ഉദ്ദേശിച്ച് മാത്രമേ അത് നിർവഹിക്കാവൂ എന്നത് ഇസ്ലാം കണിശമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽപ്പെട്ട നമ്മുടെ സഹോദരന്മാർ, അവരിൽ പലരും നേർച്ചയുടെ പേര് പറഞ്ഞ്, മറ്റു പല കാര്യങ്ങളുടെയും പേര് പറഞ്ഞ് അല്ലാഹുവല്ലാത്ത മഹത്തുക്കളായ മനുഷ്യരുടെ പ്രീതിയും തഖർറുബും അവരുടെ പൊരുത്തവും അവരുടെ സാമീപ്യവും എല്ലാം ആഗ്രഹിച്ചുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട്, ആഗ്രഹ സഫലീകരണത്തിനെന്ന നിലക്ക് അതല്ലാത്ത നിലക്കും അവരുടെ പേരിൽ ബലിയർക്കുന്ന, നേർച്ചകൾ നേരുന്ന ഒരു പ്രവണത ധാരാളമായി നമുക്കിടയിൽ ഇന്ന് ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. സഹോദരന്മാരെ, മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് മാത്രമേ നേർച്ചകൾ നമ്മൾ നേരാൻ പാടുള്ളൂ. ബലികർമ്മങ്ങൾ, ഏത് കർമ്മവും അത് അള്ളാഹുവിന്റെ പൊരുത്തവും പ്രീതിയും അവന്റെ തഖർറുബും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടേണ്ട ഒരു ഇബാദത്താണത്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഗൗരവമായ ഒരു വിഷയമുണ്ട്. പ്രവാചകൻ പറയാണ്, ലഅനല്ലാഹ്, അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നാണ് പ്രവാചകൻ പറയുന്നത്. ആർക്ക്? മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്ത അവന്റെ ഏത് പടപ്പുകളുടെയും പൊരുത്തം ആഗ്രഹിച്ച്, അവരുടെ മഹബത്ത് ലക്ഷ്യം വെച്ച്, അവരിൽ നിന്ന് ഉപകാര ഉപദ്രവങ്ങൾ അത് നേടാനോ തടുക്കാനോ എന്തിനു വേണ്ടിയോ ആകട്ടെ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ആരെങ്കിലും ബലിയറുത്താൽ അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന്, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നമ്മൾ ബലിയർപ്പിക്കാൻ പാടില്ല, നേർച്ചകൾ നേടാൻ പാടില്ല, അറവുകൾ നടത്താൻ പാടില്ല. നിങ്ങൾ നോക്കിയും, തഫ്സീറുൽ കബീർ എന്നറിയപ്പെടുന്ന മുസ്ലിം ലോകം പരക്കെ
ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനുണ്ട്, മഹാനായ ഇമാം റാസി. ഖുർആൻ വ്യാഖ്യാതാവാണ് അദ്ദേഹം. ആ ഇമാം റാസിയുടെ സുപ്രസിദ്ധമായ തഫ്സീറാണ് എന്ത്? തഫ്സീറുൽ കബീർ. ആ തഫ്സീറുൽ കബീറിൽ ഇമാം റാസി നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അദ്ദേഹം പറയാണ്, ലൗ അന്ന മുസ്ലിമൻ, തീർച്ചയായും മുസ്ലിമായ ഒരു മനുഷ്യൻ ഒരു അറവ് നടത്തുകയാണ്, ഒരു മൃഗത്തെ ബലിയിറക്കുകയാണ്. എങ്ങനെ? അല്ലാഹു അല്ലാത്തവരുടെ തഖർറുബ് ആഗ്രഹിച്ചാണ് ആ മനുഷ്യൻ അറവ് നടത്തുന്നത്. അല്ലാഹു അല്ലാത്ത മഹത്തുക്കളുടെ പ്രീതിയും പൊരുത്തവും ഉദ്ദേശിച്ചാണ് ആ മനുഷ്യൻ അറിവ് നടത്തുന്നത് എങ്കിൽ ആ മനുഷ്യൻ മുർത്തദ്ദായി തീരും. ആ മനുഷ്യൻ മതത്തിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകും, ദീനുൽ ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്താണ് എന്ന് മഹാനായ ഇമാം റാസി റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ നോക്കിയും, അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ഒരവസരത്തിലും നമ്മൾ ബലിയർപ്പിക്കാൻ പാടില്ല, ബലിയറുക്കാൻ പാടില്ല, നേർച്ചകൾ നേരാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ അതിന് വിരുദ്ധമായി നമ്മൾ ധാരാളം കാര്യങ്ങൾ കാണാറുണ്ട്, അല്ലെ? ബദരീങ്ങളുടെ പേരിൽ അറിവ് നടത്തുന്ന മനുഷ്യന്മാർ, അല്ലെങ്കിലോ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ, ഇഫായി ഷെയ്ഖിന്റെ പേരിൽ, CM മടവൂർ വലിയിന്റെ പേരിൽ, അല്ലെ? അതുമല്ലെങ്കിൽ ഈ അടുത്തുള്ള പാറപ്പള്ളിയിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ആ മഹാനവറുകളുടെ തഖർറുബ് ആഗ്രഹിച്ചുകൊണ്ട് നേർച്ച നേരുന്ന മനുഷ്യന്മാർ, ആടിനെ, കോഴിയെ, എന്തോ ആകട്ടെ, ഏതൊരു നേർച്ചയും അള്ളാഹുവിന് വേണ്ടിയല്ലാതെ നേരാൻ പാടില്ല എന്നുള്ളതാണ്. പുതിയങ്ങാടി യാഹൂന്തങ്ങളുടെ പേരിൽ സഹോദരന്മാരെ, ഇങ്ങനെ അറിയപ്പെട്ടതും അല്ലാത്തതുമായ അള്ളാഹുവിനോടടുത്ത അവന്റെ നല്ല മഹത്തുക്കളായ മനുഷ്യരുടെ പേരിൽ അർപ്പിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള നേർച്ചകൾ, ഇത്തരത്തിലുള്ള ബലികൾ, അതെല്ലാം നിഷിദ്ധമാണ്. അല്ലാഹു അല്ലാത്ത ആർക്ക് നമ്മൾ അറിവ് നടത്തിയാലും അവൻ മുർത്തദ്ദായി പോകും. അതോടൊപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അവൻ അള്ളാഹുവിന്റെ ലഅനത്തുണ്ട്, അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കുക. കാരണം എന്താ? ഈ അറിവ് എന്നുള്ളത് പ്രിയമുള്ളവരെ, അത് ഇബാദത്താണ്, ആരാധനയാണ്. ആരാധന ആർക്ക് മാത്രമേ പാടുള്ളൂ? അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ, ആണല്ലോ. നമ്മൾ നമസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? അള്ളാഹുവിന് വേണ്ടി. ഈ ജുമുഅയിൽ പങ്കെടുത്ത് ഈ ഖുത്ബ ശ്രവിച്ച് ഇത് നമ്മൾ നിർവഹിക്കുന്ന 2 റക്അത്ത്, ഇതിനോടനുബന്ധിച്ചുള്ള നമസ്കാരം, ഇതെല്ലാം ആർക്ക് വേണ്ടിയാ? അള്ളാഹുവിന് വേണ്ടിയാണ്. കാരണം ഇതൊക്കെ എന്താണ്? ഇബാദത്താണ്, അല്ലേ? ഈ ഇബാദത്ത് എന്തും അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ഒരു മഖ്ലൂക്കിനോടും, ഒരു മഖ്ലൂക്കിലേക്കും അത് നേരാൻ പാടില്ല. അതിനു വേണ്ടിയാണ് മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഈ ഭൂമിയിൽ നാം സൃഷ്ടിച്ചതിന്റെ മുഖ്യമായ ലക്ഷ്യമെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. നമസ്കാരം അള്ളാഹുവിന് വേണ്ടി, നോമ്പ് അള്ളാഹുവിന് വേണ്ടി, ഹജ്ജ് അള്ളാഹുവിന് വേണ്ടി, അറവും അള്ളാഹുവിന് വേണ്ടി. അറവും അള്ളാഹുവിന് വേണ്ടി, കാരണം അതും ഇബാദത്താണ്. അതാണ് ഞാൻ ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ച, നമുക്കെല്ലാവർക്കും സുപരിചിതമുള്ള, മനപ്പാടമുള്ള വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമായ സൂറത്തുൽ കൗസറിലെ വചനങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രവാചകനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. പ്രവാചകരെ, അങ്ങേക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. ധാരാളം എണ്ണമറ്റ അനുഗ്രഹങ്ങൾ പ്രവാചകരെ അങ്ങേക്ക് നാം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക, ആ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി എന്നോണം, ആ അനുഗ്രഹങ്ങൾക്കുള്ള ശുക്ർ എന്നോണം, ആ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി എന്നോണം ഫസല്ലി ലിറബ്ബിക, അങ്ങയുടെ റബ്ബിന് വേണ്ടിയായിരിക്കണം നമസ്കരിക്കേണ്ടത്. ഫസല്ലി
ലിറബ്ബിക, അങ്ങയുടെ റബ്ബിന് വേണ്ടിയായിരിക്കണം നമസ്കരിക്കേണ്ടത്. തീർന്നില്ല, വൻഹർ, വൻഹർ, അങ്ങ് നെഹ്ർ നടത്തേണ്ടത് അഥവാ അറുക്കേണ്ടതും ആ റബ്ബിന് വേണ്ടി മാത്രമായിരിക്കണം. ഫസല്ലി റബ്ബിക വൻഹർ, നമസ്കരിക്കേണ്ടതും നോമ്പ് നോൽക്കേണ്ടതും അള്ളാഹുവിനോടുള്ള എല്ലാ നന്ദി പ്രകടനവും അതിലേതും പെടും, ഈ അറവും പെടും. അതും ഇബാദത്താണ്. അത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ പ്രവാചകരെ നിങ്ങൾ അർപ്പിക്കാവൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പ്രത്യേകം ഉണർത്തുകയാണ്. നിങ്ങൾ നോക്കിയും, അതാണ് ഓരോ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ഇരു ചുമലുകൾക്ക് നേരെ കൈകൾ ഉയർത്തി ഇതാ ഇവിടെ ഈ നെഞ്ചത്ത് നമ്മൾ കൈവച്ചുകൊണ്ട് റബ്ബിനോട് പറയുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ഓരോ നമസ്കാരത്തിന്റെയും ആമുഖത്തിൽ വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്, അല്ലേ? ആ ഒരു പ്രാരംഭ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. സൂറത്ത് അൻആമിലെ 136-ാമത്തെയും 137-ാമത്തെയും വചനങ്ങൾ നമ്മൾ നോക്കിയും ആ പ്രാരംഭ പ്രാർത്ഥനയുടെ അവസാനത്തിൽ എന്താ പറയുന്നത്? ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി, ഇതാ ഇവിടെ കൈവച്ച് റബ്ബിനോട് നമ്മൾ പറയുന്ന പ്രഖ്യാപനം, എല്ലാ വക്ത നമസ്കാരത്തിലും നമ്മൾ ചൊല്ലുന്ന ആദ്യത്തെ പ്രാരംഭ പ്രാർത്ഥനയിൽ പറയുന്ന പ്രഖ്യാപനം, ഇന്ന സ്വലാത്തി, പടച്ചവനെ എന്റെ ഈ നമസ്കാരം, വനുസുകി, എന്റെ ബലികർമ്മവും, എന്ത് നുസുകി, എന്റെ ബലികർമ്മം, വമഹിയായ, എന്റെ ജീവിതം, വമമാതി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ നിനക്ക് വേണ്ടി മാത്രമുള്ളതാകുന്നു. അത് പറഞ്ഞിട്ടാണ് നമ്മള് നിസ്കാരം കഴിഞ്ഞ് ഈ ബദരീങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ പാറപ്പള്ളിയിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ആ വലിയുടെ പേരിലോ നമ്മൾ എന്ത് ചെയ്യുന്നത്? അറിവ് നടത്തുന്നത്. അവരുടെ പൊരുത്തം ആഗ്രഹിച്ച്, അവരുടെ തഖർറുബ് പ്രതീക്ഷിച്ച്, അവരിലൂടെ മാത്രമേ അള്ളാഹുലേക്ക് നമുക്ക് അടുക്കാൻ കഴിയുകയുള്ളൂ എന്ന അബദ്ധമായ വിശ്വാസം പേറിക്കൊണ്ട് പാടില്ല. പ്രിയമുള്ളവരെ, അറിവ് അള്ളാഹുവിന് വേണ്ടി മാത്രമേ അർപ്പിക്കാവൂ എന്നുള്ളതാണ്. ഏതായിരുന്നാലും അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്കൂ, ഈ ബലിപെരുന്നാളോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഈ ഉദ്ഹിയത്തിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മഹാനായ ഖലീലുല്ലാഹ്, അള്ളാഹുവിന്റെ ഉറ്റ ചങ്ങാതി എന്ന് അള്ളാഹു തന്നെ സ്വയം പരിചയപ്പെടുത്തിയ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ത്യാഗത്തിന്റെ, സഹനത്തിന്റെ, സമർപ്പണത്തിന്റെ സ്മരണകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഉദ്ഹിയത്തിന് നമ്മൾ ഒരുങ്ങുന്നത്, അല്ലേ? ആരാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ പരക്കെ അള്ളാഹുവിന്റെ നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയനായ വ്യക്തിത്വത്തിലുടമയായിരുന്നു. ആ പരീക്ഷണങ്ങളെയെല്ലാം നല്ല നിലക്ക്, അള്ളാഹു തൃപ്തിപ്പെടുന്ന നിലക്ക് അതിജയിച്ചത് കൊണ്ടുകൂടിയാണ് അദ്ദേഹത്തെ അള്ളാഹു എന്ത് വിളിച്ചത്? ഖലീൽ, എന്റെ ഉറ്റ ചങ്ങാതി, എന്റെ ആത്മമിത്രം, എന്റെ ക്ലോസ് ഫ്രണ്ട്, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്. അതിലപ്പുറം വേറെ അങ്ങോട്ട് ഒരു വിശേഷണം ഇനി ആർക്കും ഒന്നും ലഭിക്കാനില്ല. നമ്മുടെ ആദർശ പിതാവ്, ആ പിതാവ് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നതിൽ ഒന്നായിരുന്നു എന്ത്? മക്കളില്ലാതെ ഒരുപാട് കാലം അദ്ദേഹം പ്രയാസപ്പെട്ടു. ഏതൊരു മനുഷ്യന്റെയും, അല്ലെ, ചോരയും നീരുമായി നടക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ആത്യന്തികമായ ലക്ഷ്യങ്ങളിൽ, താല്പര്യങ്ങളിൽ ഒന്നാണ്, അല്ലെ, തനിക്കൊരു വിവാഹം കഴിയുന്നതിലൂടെ ഒരു കുഞ്ഞുണ്ടാവണം എന്നുള്ളത്. ഇബ്രാഹിം നബി കല്യാണം കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞിട്ടും കുട്ടി ഉണ്ടാകുന്നില്ല. അദ്ദേഹം നിരാശപ്പെട്ടില്ല.
അദ്ദേഹം നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചവനെ നീ തൃപ്തിപ്പെടുന്ന, രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന സ്വാലിഹായ ഒരു കുട്ടിയെ പടച്ചവനെ എനിക്ക് പ്രദാനം ചെയ്യണേ. നിരാശ കൈവടിയാതെ നിരന്തരമായി പ്രാർത്ഥിച്ചു. റബ്ബ് അവസാനം ഒരു കുട്ടിയെ പ്രദാനം ചെയ്തു. നല്ല ചുറുചുറുക്കുള്ള, നല്ല തന്റേടമുള്ള, നല്ല ഈമാനിക കരുത്തുള്ള നല്ല ഒരു ആൺകുട്ടിയെ. അല്ലേ, നിങ്ങൾ നോക്കിയും ആ ആൺകുട്ടി വളർന്ന് ആ ഉപ്പയുടെ കൈകൾ പിടിച്ച് ഓടിച്ചാടി നടക്കാൻ പ്രായമെത്തിയപ്പോഴേക്കും അള്ളാന്റെ പരീക്ഷണം, മതി ഇബ്രാഹിം മതി, ഈ കുട്ടിയുമൊത്തുള്ള ജീവിതം ഇനി നീ നിർത്തിക്കള. അതിന് ആവശ്യത്തിന് നാം ഒരു കുട്ടിയെ തന്നു, ആ കുട്ടിയോടുള്ള ഒരു സന്തോഷകരമായ ജീവിത സാഹചര്യങ്ങൾ തന്നു. ഇനി ആ കുട്ടിയെ താങ്കൾ എനിക്ക് സമർപ്പിക്കണം. അള്ളാന്റെ കൽപ്പന, സ്വപ്നദർശനമായി വഹിയായി അള്ളാഹുവിന് വേണ്ടി ബലിയെറുക്കാനുള്ള കൽപ്പന. പടച്ചവനെ വേണോ റബ്ബേ, വേണോ റബ്ബേ, എന്തിനിത് എന്നൊന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിച്ചില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, റബ്ബേ അതാണോ നിന്റെ തീരുമാനം എങ്കിൽ ഞാൻ ഒരുക്കമാണ്, എനിക്കൊരു പ്രയാസവുമില്ല റബ്ബേ എന്ന മനസ്ഥിതിയോടെ തന്റെ മകനെ ചേർത്ത് പിടിച്ച് ആ മകനോട് വാപ്പ പറയുന്ന വർത്തമാനമുണ്ട്, വാപ്പ അറിയിക്കുന്ന കാര്യമുണ്ട്. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക്, മോനെ നിന്നെ അറുക്കണമെന്ന് എനിക്ക് സ്വപ്നത്തിൽ ദർശനമുണ്ടായിരിക്കുന്നു, വഹി കിട്ടിയിരിക്കുന്നു. ഫൻദുർ മാദാ തറാ, മോനെ എന്താ നിന്റെ അഭിപ്രായം? മോന്റെ അഭിപ്രായം എന്താണോ അതിനനുസരിച്ച് നീങ്ങാം എന്നതല്ല അദ്ദേഹത്തിന്റെ താല്പര്യം. എന്തായിരുന്നാലും അദ്ദേഹം അള്ളാന്റെ കൽപ്പന നിർവഹിക്കും. അതിനു മുമ്പ് മകനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോ ആ ആദർശധീരനായ ആ പിതാവിന് ലഭിച്ച അതേ പുത്രൻ, അതേ ഈമാനികമായ കരുത്തുള്ള ആ പുത്രന്റെ മറുപടി ഏറെ ഗംഭീരമായിരുന്നു. അല്ലേ, ഉപ്പയോട് പറഞ്ഞു, ഉപ്പ എന്താണോ അങ്ങയോട് റബ്ബ് കൽപ്പിച്ചത് അങ്ങ് ധൈര്യമായി ചെയ്തോളൂ. അല്ലാഹു ഉദ്ദേശിച്ചാൽ ആ കാര്യത്തിൽ ഒരു പ്രയാസവും കാണിക്കാതെ ക്ഷമയോടെ അതിനെ നേരിടുന്നവനായി എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഉപ്പ, അതുകൊണ്ട് ഞാൻ റെഡിയാണ് ഉപ്പ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പുത്രൻ ഇസ്മായിൽ നബി സന്നദ്ധത അറിയിക്കുകയാണ്. ആ ഉമ്മ എത്രമാത്രം നൊമ്പരപ്പെട്ടിട്ടുണ്ടാവും അല്ലെ. ഹാജർ അലൈഹിസ്സലാം, ഹാജറ ബീവി, ആ കുട്ടിക്ക് വയറു നിറയെ ഭക്ഷണം കൊടുത്ത് പുതുവസ്ത്രങ്ങൾ അണിയിച്ച് ആ ഉമ്മ ചുടുചുംബനങ്ങൾ നേർന്ന് ആ കുട്ടിയെ യാത്ര അയക്കുന്ന രംഗമുണ്ട്. ആലോചിച്ച് നോക്കിയും ഏതുമ്മാക്ക് അതിന് കഴിയും? നന്നായി ഭക്ഷണം കൊടുത്ത് പുതുവസ്ത്രങ്ങൾ അണിയിച്ച് ചുടുചുംബനങ്ങൾ പകർന്ന് ഇൻഷാ അള്ളാന്റെ ഇതിനുണ്ടെങ്കിൽ നാളെ അവന്റെ റഹ്മത്തിന്റെ കേദാരമായ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന ആ ശുഭാപ്തി വിശ്വാസത്തോടെ മകനെ യാത്ര അയക്കുകയാണ്. മകനെ പിതാവിന്റെ കൈകളിൽ ഏൽപ്പിച്ച് ആ പിതാവിന്റെ ഒരു കയ്യിൽ മകന്റെ വിരൽത്തുമ്പും മറു കയ്യിൽ കത്തിയും കയറുമായി മിന എന്ന ആ മക്കയിലെ മലയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറുകയാണ്. മിനയുടെ മുകളിലേക്ക് അല്ലേ. എന്തിനാ കത്തിയും കയറും? മകനെ കൈകാലുകൾ ബന്ധിച്ച് മകൻ ഒരു നിലക്കും അസ്വസ്ഥത കാണിക്കാതെ മകനെ അറുത്തു കളയാൻ. മകനെ കടത്തി കൈകാലുകൾ ബന്ധിച്ച് ആ മകന്റെ ഈ കണ്ട നാടിയിൽ കത്തിവെക്കുന്ന സന്ദർഭത്തിൽ മകൻ ഉപ്പയോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഉപ്പ, നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ എൻ്റെ ജീവനാടിയെ നിങ്ങൾ അറുക്കരുത് കേട്ടോ. നിങ്ങളെന്റെ ജീവനാടി അടുത്ത് മാറ്റുമ്പോ എൻ്റെ മുഖത്തേക്ക് നോക്കിയാവരുത് കേട്ടോ. മുഖം തിരിച്ചായിരിക്കണം, മുഖം ഒരു ഭാഗത്തേക്ക് തിരിച്ചു പിടിച്ചായിരിക്കണം എൻ്റെ കഴുത്തിൽ കത്തിയിറുക്കേണ്ടത്. എങ്ങനെ പറയാൻ കാരണം? ഉപ്പാന്റെ മനസ്സെങ്ങാനും എൻ്റെ മുഖം കണ്ട് പെട്ടെന്ന് ചഞ്ചലപ്പെട്ടാലോ എന്ന ആ ഒരു പുത്രന്റെ ഒരു ചിന്ത.
നോക്കിയും അങ്ങനെ ആ കഴുത്ത് കത്തിവെക്കുന്ന ആ സന്ദർഭത്തിലാണ് അല്ലാഹുവിന്റെ വിളിയാളം, അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ. ഇബ്രാഹിം, താങ്കളുടെ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഒന്നും വേണ്ട. ഇതാ ആ കാണുന്ന ആടിനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ബലിയറുത്തോളൂ. മകനെ മോചിതനാക്കൂ. മകനുമായി സന്തോഷത്തോടെ ജീവിക്കൂ. പരീക്ഷണമാണ്, അള്ളാന്റെ പരീക്ഷണമാണ്. അള്ളാഹു കൽപ്പിച്ചാൽ അതിന് തയ്യാറാണോ അല്ലയോ എന്ന പരീക്ഷണം, അതിനൊരുക്കമാണോ എന്ന പരീക്ഷണം, അതിനുള്ള മനസ്സുണ്ടോ എന്ന പരീക്ഷണം. അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ എന്തൊക്കെ സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകാറുള്ളത്. എല്ലാം റബ്ബിന്റെ പരീക്ഷണമാണ്. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ നേരിടുന്ന നമ്മുടേതായി എന്തുണ്ടോ, നമ്മുടേതല്ലാത്തതായും എന്തുണ്ടോ, നമ്മുടെ ചുറ്റിലുള്ളതെല്ലാം പരീക്ഷണമാണ്. അവിടെയൊക്കെ അള്ളാഹുവിനെ നമ്മൾ എത്ര കണ്ട് സൂക്ഷിച്ചു ജീവിക്കും, അവന്റെ തൃപ്തി എത്രമാത്രം കാംക്ഷിച്ച് ജീവിക്കും എന്നതിനെ കുറിച്ചുള്ള പരീക്ഷണം. അല്ലേ? നിങ്ങൾ നോക്കിയും ആ ഒരു സ്മരണ, ആ ഒരു സന്നദ്ധ സ്മരണയെ അനുവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വർഷവും എന്ത് ചെയ്യുന്നത്? ഉദ്ഹിയത്തിന് നമ്മൾ സന്നദ്ധരാകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അതിനുള്ള സമയമായി തയ്യാറെടുക്കാനുള്ള സമയം. സഹോദരന്മാരെ, എന്തേ അള്ളാഹ് പറഞ്ഞുള്ളൂ, എന്തേ പ്രവാചകൻ പഠിപ്പിച്ചുള്ളൂ? നമ്മൾ എല്ലാ വർഷവും അല്ലേ ഒരാടിനെയോ അല്ലെങ്കിൽ ഒരു മാടിനെയോ ഒരു ഒട്ടകത്തെയോ അറുക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഇനി ഒറ്റക്ക് ഒരു മാടിനെ ഒറ്റക്കറുക്കാനുള്ള ശേഷിയില്ലേ? പ്രയാസപ്പെടേണ്ട, ഒരാളെയും കൂടെ കൂട്ടിക്കോ. നിന്റെ ഒരു ചങ്ങാതിയെ കൂടെ കൂട്ടിക്കോ. അതിന്റെ ചിലവ് അങ്ങനെ രണ്ടാളും ഷെയർ ചെയ്ത് നിങ്ങൾ രണ്ടുപേര് ചേർന്നെടുത്തോ. നിങ്ങൾക്ക് രണ്ടാൾക്കും കഴിയില്ലേ? ഒരാളെ കൂടി കൂട്ടിക്കോ. മൂന്നാൾക്കും കഴിയില്ലേ? ഒരാളെ കൂടി കൂട്ടിക്കോ. നാലാൾക്കും കഴിയില്ലേ? നാലാളെ കൊണ്ടും എത്തൂലേ? ഒരാളെ കൂടി കൂട്ടിക്കോ. 5 ആള് അല്ലേ? അവസാനം പറഞ്ഞ് മാക്സിമം 7 വരെ. അതെന്തിനാ അത്രയും വിശാലമാക്കി തന്നത് അല്ലാഹു? അത് ഒറ്റക്കറുക്കാൻ പ്രയാസമാണെങ്കിൽ വേണ്ട, നിങ്ങൾ 7 ആളുകൾ കൂടിയിട്ടെങ്കിലും അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കൂ എന്ന രീതിയിൽ അള്ളാഹു നമുക്കത് വിശാലമാക്കി തന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ. നമ്മുടെ വിശ്വാസം എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ കുറെ കാലങ്ങളോളായി അതങ്ങനെ പരമ്പരാഗതമായി ചെയ്തു വരുന്ന കുറച്ചാളുകളുണ്ട്. അത് അവരുടെ മാത്രം ബാധ്യതയാണ് എന്ന ഒരു വിചാരമാണ് പലപ്പോഴും ഞാനടക്കം നമ്മളിൽ പലരുടെയും ഒരുപക്ഷെ ധാരണ. അല്ലട്ടോ, അല്ല. നിങ്ങൾ നോക്കിയും ഒരു ഷെയറെങ്കിലും ചേർന്നുകൊണ്ട് നിങ്ങൾ അതിൽ പങ്കാളിയാവണം എന്നതാണ് ഇസ്ലാമിന്റെ താല്പര്യം. പ്രവാചകന്റെ താല്പര്യം അതാണ് പ്രവാചകൻ പറഞ്ഞതും. എന്ത്? മൻ കാന ലഹു സഅത്തുൻ. ഒരാൾക്ക് ഒരു ഷെയറെങ്കിലും ചേരാനുള്ള ചുറ്റുപാടുണ്ടായിട്ടും ഫലം യുദഹി, അവൻ ഉദ്ഹിയത്തിൽ പങ്കെടുക്കാതെ ആ ഒരു പ്രക്രിയയിൽ നിന്ന് മാറി നിന്നാൽ, ആ ഒരു ഇബാദത്തിനെ കൈയൊഴിഞ്ഞാൽ, ആ മനുഷ്യൻ എന്ത് ചെയ്യണ്ട? ഫലാ യഖ്റുബന്ന മുസല്ലാന, അവൻ നമ്മുടെ ഈദ്ഗാഹിലേക്ക് വരേണ്ടതില്ല. അവന് പെരുന്നാൾ ആഘോഷിക്കാൻ, ആ പെരുന്നാളിന്റെ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വരാൻ, ഈദ്ഗാഹിലേക്ക് കടന്നു വരാൻ അതിനുള്ള ധാർമ്മികമായ അവകാശം ആ മനുഷ്യനില്ല എന്ന്, അവൻ വരേണ്ടതില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഷെയറെങ്കിലും കൂടിയിട്ട് ഈ കർമ്മത്തിൽ പങ്കാളിയാവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അതിനുവേണ്ടി തയ്യാറാകാത്ത മനുഷ്യന്മാർ പെരുന്നാൾ ആഘോഷിക്കണ്ടെന്ന്, പെരുന്നാളിന് വേണ്ടി ഈദ് മുസല്ലയിലേക്ക് വരണ്ട എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആലോചിക്കും നമുക്കൊക്കെ അത് എത്ര കണ്ട് ബാധ്യതയായി ഉണ്ട് എന്നുള്ളത്. അല്ലേ? ആടാണെങ്കിലാണ് നമ്മൾ ഒറ്റക്ക് അതിന്റെ ചെലവെടുക്കേണ്ടതുള്ളൂ. മാടാണെങ്കിൽ അല്ലെ 7 വരെ ആളുകൾക്ക് അതിന് പങ്കാളികളാവാം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ മഹല്ലത്തിൽ, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഷെയറൊക്കെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഷെയർ 7000 രൂപയാണ്.
7,000 രൂപ അല്ലേ? നോക്കിയും ഒരു വർഷത്തിൽ ഒരേ ഒരു തവണയാണ് അള്ളാഹു നമ്മോട് ഈ ഒരു കർമ്മം നിർവഹിക്കാൻ കൽപ്പിക്കുന്നത്. ആർക്കാ കഴിയാത്തത് അല്ലേ? എന്നെ കൊണ്ട് കഴിയോ? അതിന് മാത്രമുള്ള ഒരു ചുറ്റുപാട് എനിക്കുണ്ടോ എന്ന ആ ഒരു ദുശ്ചിന്ത, ഇല്ലായ്മയുടെ പ്രാരാബ്ദത്തിന്റെ ചിന്ത, അത് പിശാച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇട്ടു തരികയാണ്. ഇപ്പോ എന്നെ കൊണ്ടൊന്നും അത് കൂട്ടിയാ കൂടൂല എന്ന ഒരു ചിന്ത. പിശാചാണ് ആ ഫഖറിന്റെ, ദാരിദ്ര്യത്തിന്റെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്നത്. കഴിയും, പടച്ചവനെ എനിക്കും കഴിയും. ഇത്രമാത്രം വലിയ പുണ്യമുള്ള ഒരു പ്രവൃത്തിയാണത്. സഹോദരന്മാരെ, ഒറ്റക്കൊരു മൃഗത്തെ അറുക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ അവര് ഷെയർ കൂടരുത് കേട്ടോ. അവര് 7 ആളിൽ ഒരാളായി ചുരുങ്ങരുത്. അവരൊന്നിനെ തന്നെ അറുക്കണം. ഒന്നിനെ ഒറ്റക്കറുക്കാൻ ശേഷിയില്ലാത്ത ആളുകളാണ് ഷെയറിൽ ചേരേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യാ, ഒരു ഷെയർ റബ്ബെ എന്നെ കൊണ്ട് കഴിയും, എന്നെ കൊണ്ട് എത്തും എന്ന നിലക്ക് തന്നെ നമ്മൾ നല്ല ഒരു പ്രതിജ്ഞ നെയ്യത്തുണ്ടെങ്കിൽ അള്ളാഹു അത് പൂർത്തീകരിച്ചു തരും. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. എന്തേ കഴിയായി? നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള മൊബൈൽ ഫോണുകളുടെ വില എത്രയാ? 15 അല്ലെ? 15 രൂപയുടെ മുകളിൽ അങ്ങോട്ട് 50,000-ഉം 1,00,000-ഉം അതിനപ്പുറവും ഒക്കെ വിലയുള്ള മൊബൈൽ ഫോണുകളുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. നമുക്ക് കൊല്ലത്തിൽ ഒരു 7,000 രൂപ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ഉലഹ്യത്തിന് വേണ്ടി എടുക്കാനില്ല എങ്കിൽ അത് ഇല്ലായ്മയല്ല, അത് നമ്മുടെ ഈമാൻ ഇല്ലായ്മയാണ് അല്ലേ? ഇനൊന്നും വേണ്ട, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം അതിന് പെട്ടെന്ന് വലിയൊരു കംപ്ലൈന്റ് ആയി, എഞ്ചിൻ തകരാറിലായി, 25,000 30,000 ഒക്കെ വേണം. നമ്മൾ എന്ത് ചെയ്യും? വണ്ടി അവിടെ കിടക്കട്ടെ അല്ലേ, എൻ്റെ അടുത്ത് കായില്ല, നമ്മൾ അങ്ങനെ ഇടുവോ? ഇല്ല. എവിടുന്നെങ്കിലും അല്ലെ, എവിടുന്നെങ്കിലും നമ്മൾ അതിനുള്ള ഒരു വഴി നമ്മൾ കണ്ടെത്തി നമ്മുടെ മുമ്പിലുള്ള പ്രയാസം നമ്മൾ തീർക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഉദ്ദേശിച്ചാൽ, നമുക്ക് നല്ല നെയ്യത്തുണ്ടെങ്കിൽ അള്ളാഹു അത് പൂർത്തീകരിക്കും, അള്ളാഹു അതിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു വീട്ടിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഷെയറെങ്കിലും ഉണ്ടാകുന്ന തരത്തിൽ അത് ഇബാദത്തിൽ നമ്മൾ പങ്കാളികളാകണം. വലിയ പുണ്യവും വലിയ പ്രതിഫലവും കരസ്ഥമാക്കാൻ സഹായകമായി തീരുന്ന, അള്ളാഹുവിന്റെ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഇടയായിത്തീരുന്ന ഈ ഒരു ഉദാത്തമായ കർമ്മത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, സ്നേഹപൂർവ്വം വസിയത്ത് ചെയ്യുകയാണ്. ബലി കർമ്മത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി പറഞ്ഞ ഒരു കാര്യം, ഇദാ റഅയ്തും അൽ ഹിലാല ദിൽഹിജ്ജ മാസത്തിന്റെ ഹിലാല് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അഥവാ ദുൽഹിജ്ജ ആയിക്കഴിഞ്ഞാൽ, വഅറാദ അഹദുക്കും അൻ യുദഹി, നിങ്ങൾ ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ പങ്കാളികളാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് അതിനുവേണ്ടി ഒരുങ്ങിയവരും ആണെങ്കിൽ, ഫൽയുംസിക് അൻ ശഅരിഹി വഅദ്ഫാരിഹി, ആ അറവ് കഴിയുന്നത് വരെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിയുന്നത് വരെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ മുടികൾ, നിങ്ങളുടെ നഖങ്ങൾ, അവയൊന്നും നിങ്ങൾ നീക്കം ചെയ്യാതെ ഇരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഒരു സുന്നത്തു കൂടി അതുമായി ബന്ധപ്പെട്ട് അതിനൊരുങ്ങുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ അതിൻ്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമായ കാര്യങ്ങളാണ് എന്ന ഗൗരവത്തോടു കൂടി തന്നെ കണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അർഹംറാഹിമീനായ റബ്ബ് ഒരു ഷെയറെങ്കിലും ചേർന്ന്
ആ ഒരു മഹത്തായ ഇബാദത്തിൽ പങ്കാളികളാവാനുള്ള തൗഫീഖും കഴിവും ഈമാനും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന് ഇഷ്ടമുള്ള ധാരാളം കർമ്മങ്ങളിൽ കഴിയാവുന്ന രീതിയിലൊക്കെയും പങ്കാളികളാകാൻ കഴിയുന്ന, അതുവഴി ജീവിതത്തിൻ്റെ ശാശ്വതമായ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.